എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഒബീട്ടോ അവൻ ഫുൾ കലിപ്പിൽ പറയും, നറൂട്ടോ നീ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയില്ല. പണ്ട് എനിക്ക് ഒരുപാട് മണ്ട സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ ഒന്നും പുറകിലല്ല. അത് കേട്ട് നറൂട്ടോ അവൻ അടിച്ചു പറയും, എന്തൊക്കെയാണെങ്കിലും നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ അതൊന്നും നടക്കില്ല. നീയും ഞാനും പല വിധത്തില് വലിയ വലിയ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഫേസ് മാസ്ക് അത് വലിച്ചു കീറി നിന്നെ ഞാൻ പഴയ ഒബീട്ടോ ആക്കി മാറ്റും. ഒബീട്ടോ ചോദിക്കും, സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ നീ എന്നെ ഫോളോ ചെയ്യണേ? നറൂട്ടോ ചിരിക്കും, നീ സാക്ഷാൽ ഒബീട്ടോ ആണെന്ന് എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല പഴയ ഒബീട്ടോയെ എനിക്ക് തിരികെ പിടിക്കണം. അത് കേട്ട് ഒബീട്ടോ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ ഒബീട്ടോ അല്ല. എനിക്ക് ആ പഴയ മെമ്മറീസിലേക്ക് പോവാനായിട്ട് ഒരു താല്പര്യവും ഇല്ല. ഇപ്പൊ ഞാൻ ആ ടെൻടൈലുമായിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഞാനിപ്പോ മറ്റൊരു ലെവലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വേൾഡിന്റെ ഗോഡായി ഞാൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വരാനോ മടങ്ങിപ്പോവാനോ കഴിയില്ല. എന്റെ ലക്ഷ്യം അതിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. അതിന് മാത്രമാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. ഞാനാണ് സേജ് ഓഫ് സിക്സ് പാത്ത്. അതിന് കുട്ടപ്പൻ പറയും, നീ ഒരു മണ്ണാങ്കട്ടയോ അല്ല. നീ ഇപ്പോഴും ആ പഴയ ഉച്ചിയ ക്ലാനിലെ ഒബീട്ടോ തന്നെയാണ്. നിന്റെ മെമ്മറി അത് ഞാനുമായിട്ട് കണക്ട് ആയപ്പോഴാണ് നിന്റെ എല്ലാ ഹിസ്റ്ററിയും എനിക്ക് മനസ്സിലായത്. എനിക്കും നിനക്കും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പാരൻസ് ഇല്ല. ഒറ്റപ്പെടലിലൂടെയും തനിച്ചുള്ള ജീവിതത്തിലുമാണ് ഇത്രയും കാലവും നീയും ഞാനും വളർന്നു വന്നത്. നീ ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നത് പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാനല്ല, മറിച്ച് നീ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിന്റെ പഴയ ഡ്രീം ഒരു ഹൊക്കാഗെ ആവണം എന്നതായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, നിന്റെ കൂടെ നിന്റെ പുറകില് നിന്നോട് ചേർന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന്. നീ ഇപ്പോ തനിച്ചാണ്, ആരും നിനക്ക് കൂട്ടില്ല. നീ നിന്റെ പഴയ ഫീലിങ്സ് അതൊക്കെ ഓർത്ത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത്രയും നാളും അങ്ങനെ ആയിരുന്നില്ല. ലൈഫിൽ ഓരോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴും ഞാൻ അതിനെ ഒക്കെ തന്നെ തരണം ചെയ്ത് മുൻപോട്ട് പോയി. അത് കേൾക്കുമ്പോ ഇപ്പൊ ഒബീട്ടോയ്ക്ക് അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒബീട്ടോ പറയും, ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് നീയും ഞാനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ വേൾഡിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ ഞാൻ വെറും ഒരു ഹൊക്കാകെ ആവാനല്ല, മറിച്ച് അതിനു മുകളിൽ ഒരു വലിയ ലോകം ഉണ്ടാക്കി അതില് ഒരു ദൈവമായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എന്നും എപ്പോഴും സമാധാനം മാത്രം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ റിന്ന് ഇപ്പൊ ഒബീട്ടോയുടെ നെറ്റിയില് ഒരുപാട് കരുതലോട് കൂടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കും. ഒബീട്ടോ പറയും, നീ ഇപ്പൊ രക്ഷിച്ചത് വരുംകാല ഹൊക്കാകെയാണ്. സോ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീ എന്റെ സ്വത്ത് കുട്ടിയല്ലേ. ഉറപ്പായിട്ടും സമാധാനപൂർണമായ ഒരു ലോകം അത് ഞാൻ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത വീണ്ടും പ്രസന്റിൽ ഒബീട്ടോ പറയും, ഞാനിപ്പോ ഒരു ഷോർട്ട് കട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അതൊരു തെറ്റായിട്ട് തോന്നും, പക്ഷേ എന്നെ കൊണ്ട് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. സോ എന്റെ വഴിയാണ് എന്റെ ശരി. നറൂട്ടോ പറയും, എല്ലാവർക്കും എളുപ്പവഴി തേടി പോവാൻ വളരെ ഈസിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ശരിയായ വഴിയിലൂടെ നടന്ന് ശീലിക്കാൻ ശ്രമിക്കുന്നില്ല. അതിലൂടെ ഒരിക്കലെങ്കിലും നടന്നാൽ മാത്രമേ അതിന്റെ സുഖവും സന്തോഷവും നമുക്കറിയാൻ കഴിയൂ. ഹൊക്കാഗെ ആവാൻ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. അതിന് സ്ട്രെയിറ്റ് റൂട്ട് മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ ഒബീട്ടോയ്ക്ക് വീണ്ടും ഉത്തരം മുട്ടും. അവനിപ്പോ വീണ്ടും അടുത്തൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഒബീട്ടോ ഇപ്പോ അക്കാദമിയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. എൻട്രൻസ് സെറിമണി അത് ഓൾമോസ്റ്റ് അവസാനിക്കാനായി എന്നവന് മനസ്സിലാവും. അവൻ അവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒബീട്ടോയെ കളിയാക്കും. കാക്കാഷി പറയും, നീ ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വന്നേ? ചായയും കടിയും കഴിക്കാനോ? നിനക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിഞ്ഞോടിക്കോ. പക്ഷെ റിന്നാണെങ്കിൽ ചിരിച്ചോണ്ട് ഒബീട്ടോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവള് കയ്യിൽ കരുതിയ ഇൻവിറ്റേഷൻ ലെറ്റർ ഇപ്പൊ ഒബീട്ടോയ്ക്ക് കൊടുക്കും. അവള് പറയും, ഇത് നീ അകത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. അതാണെങ്കിൽ കാക്കാഷിക്ക് തീരെ ഇഷ്ടാവില്ല. കാക്കാഷി ദേഷ്യപ്പെട്ട് പറയും, അവൻ ലേറ്റായി വന്നതുകൊണ്ടാണ് അവൻ അഡ്മിഷൻ കിട്ടാത്തത്. സോ ഒരു കാരണവശാലും നീ അവനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവര് 3 പേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ അട്ടിയിട്ടി ബഹളം. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഒബീട്ടോ കറക്റ്റ് ടൈമില് ക്ലാസ്സിലേക്ക് വരും. അവൻ റിന്നിനെ നോക്കി കൈയും കാലും ഒക്കെ എടുത്തു കാണിക്കും. പക്ഷെ റിന്നാണെങ്കിൽ
കാക്കാഷി നോക്കിയിരിക്കുകയാണ്. അത് കണ്ട് ഒബീട്ടോ ഒരുപാട് വിഷമത്തില് ഇപ്പൊ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും പുറത്തേക്ക് വന്ന് ഷൂരിംഗം പ്രാക്ടീസ് നടത്തുകയാണ്. കാക്കാഷി ആണെങ്കിൽ വേറെ ലെവലില് ആ ഷൂരിങ്ങിനൊക്കെ വലിച്ചെറിഞ്ഞ് കറക്റ്റായിട്ട് എയിമിൽ കൊള്ളിക്കും. അത് കഴിഞ്ഞ് ഒബീട്ടോ ആള് വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഷൂരിംഗം വലിച്ചെറിയും. പണ്ട് കുട്ടപ്പൻ എങ്ങനെ എറിഞ്ഞോ അതുപോലെ തന്നെ ആ ഷൂരിങ്ങിനെല്ലാം തന്നെ ഏതൊക്കെയോ വഴിയെ തെറിച്ചു പോകും. എല്ലാവരും അവനെ നോക്കി കളിയാക്കും. ഒരുപാട് വിഷമത്തില് അവൻ പുറത്തേക്ക് നടന്നു പോകും. അടുത്തതായിട്ട് പഞ്ചിങ് ഗെയിമാണ്. ഇത്തവണ ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരുമായിരിക്കും പരസ്പരം ഫൈറ്റ് ചെയ്യുക. കാക്കാഷിയുടെ ഓരോ ഫൈറ്റിലും കാക്കാഷി ഒബീട്ടോയെ അറഞ്ചം പൊറഞ്ച് ഇടിച്ച് ഓരോ പഞ്ചിലും അങ്ങനെ തെറിപ്പിച്ചു കളയും. ഫൈറ്റിന്റെ ഒടുവില് കാക്കാഷി ഒബീട്ടോയെ അടിച്ച് തോൽപ്പിക്കും. അത് കാണുമ്പോൾ റിന്നിന് വീണ്ടും ഒരുപാട് സങ്കടാവും. അടുത്ത സീനില് എല്ലാ സ്റ്റുഡൻസും കാര്യമായിട്ട് ക്ലാസ്സിലിരുന്ന് അവരുടെ സാറ് പറയുന്ന കാര്യങ്ങള് ശ്രദ്ധാപൂർവം കേട്ടും പഠിച്ചും സ്മാർട്ടായിട്ടിരിക്കുകയാണ്. പക്ഷെ ഒബീട്ടോ അവൻ മാത്രം അങ്ങനെ ഉറക്കം തൂങ്ങി കൂർക്കം വലിച്ച് തൂങ്ങിയാടും. കാക്കാഷിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ചിരിയും വരും. അവനൊരു പേപ്പർ മടക്കി ഒബീട്ടോയുടെ തലയ്ക്ക് ഒരൊറ്റ അടി വെച്ചു കൊടുക്കും. അടി കിട്ടിയ ഒബീട്ടോ അവൻ ചാടി എഴുന്നേറ്റ് യെസ് സാർ എന്ന് പറയും. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. സാറാണെങ്കിൽ അവനെ കളിയാക്കി താഴെ ഇരുത്തും. കട്ട് ചെയ്ത അടുത്ത ദിവസം കാക്കാഷി ആണെങ്കിൽ ഗ്രാജുവേഷൻ എക്സാം അത് അറ്റൻഡ് ചെയ്യാൻ പോവും. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കായിട്ട് റിന്നിനോട് ചോദിക്കും, നീ സത്യാണോ പറയണേ? കാക്കാഷി അവൻ ഗ്രാജുവേഷൻ എക്സാം അത് അറ്റൻഡ് ചെയ്യാൻ പോയോ? അതിന് അവള് പറയും അതെ. കാക്കാഷിയുടെ പവർ വെച്ച് അവൻ വളരെ മുൻപേ പോവേണ്ടതാണ്, പക്ഷെ ഇപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ പോയത്. അത് കേട്ട് ഒബീട്ടോ അവൻ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാക്കാഷി അവന്റെ ഷാഡോ ക്ലൗൺ ജിപ്സും അവൻ പഠിച്ച മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്യും. അങ്ങനെ അവൻ എക്സാമിൽ സെലക്റ്റഡ് ആയി ഗനിയനായി മാറും. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ കാക്കാഷിയുടെ പേര് വിളിച്ച് അവനെ അഭിനന്ദിക്കുകയാണ്. ഒബീട്ടോ കാക്കാഷിയുടെ നെറ്റിയില് ഹെഡ് ബാൻഡ് കണ്ട് ഷോക്കാവും. കാക്കാഷി ചോദിക്കും, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. ഒബീട്ടോ നീ മാത്രമാണ് എന്നെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് പോലും ചെയ്യാത്തത്. അത് കേട്ട് ഒബീട്ടോ അവൻ ഫുൾ കലിപ്പില് അവിടുന്ന് ഓടും. അവന്റെ പിന്നാലെ തന്നെ റിന്നും അവനെ ഫോളോ ചെയ്ത് അവന്റെ അടുത്തേക്ക് വരും. ഒബീട്ടോ ഒരുപാട് വിഷമിച്ച് ഒരു ബെഞ്ചിലിരിക്കുന്നത് കാണുമ്പോൾ റിന്ന് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഇത്തിരി വിഷമത്തിൽ ഒബീട്ടോ പറയും, ഉറപ്പായിട്ടും ഞാനും കാക്കാഷിയെ കഴിഞ്ഞും വലിയൊരാളാവും. ഞാൻ ഈ വില്ലേജിന്റെ ഹൊക്കാഗെയാകും. പക്ഷെ എന്റെ കൂടെ നീ എന്നും ഉണ്ടാവണം, ഉണ്ടാവില്ലേ? അത് കേട്ട് റിന്ന് അവള് തലയാട്ടി അവനെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീട്ടോ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം ട്രെയിനിങ് എടുക്കും. എന്നിട്ട് അവനും ആ എക്സാം അറ്റൻഡ് ചെയ്യും. പക്ഷേ അവൻ ഓരോ നിഞ്ച ടെക്നിക്സും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടായിരിക്കും ടീച്ചേഴ്സിന് മുൻപിൽ പ്രസന്റ് ചെയ്യുക. വളരെ ഡിസപ്പോയിന്റഡ് ആയി ഒബീട്ടോ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും ഒരു ടീച്ചർ അവന്റെ പിന്നാലെ വരിക. ടീച്ചർ ചോദിക്കും, നിന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? നീയും ഇന്നു മുതൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഷിനോബി ആണെന്ന് പറഞ്ഞ് ആ ഒരു ഹെഡ് ബാൻഡ് ഒബീട്ടോയ്ക്ക് കൊടുക്കും. അവനത് കാണേണ്ട താമസം ഒരുപാട് സന്തോഷത്തില് തുള്ളിച്ചാടും. അടുത്ത സീനില് ഇപ്പൊ മിനട്ടോ ആൾ അക്കാദമിയിലേക്ക് വരും. മിനട്ടോയെ കണ്ട് കാക്കാഷി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വളരെ ഒബീഡിയന്റ് ആയി അവിടുന്ന് കടന്നു പോവും. മിനട്ടോ അങ്ങനെ നടന്നു വന്ന് ഇപ്പൊ തേർഡ് ഹൊക്കാഗെയായി കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. തേർഡ് ഹൊക്കാഗെ പറയും, കാക്കാഷി ഇനി മുതൽ നിന്റെ ടീമിലെ ഒരു മെമ്പർ ആയിരിക്കും. അവനാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് നമ്പർ 1 സ്റ്റുഡന്റ്. പക്ഷേ എല്ലാ സ്റ്റുഡൻസുമായിട്ട് അവൻ എപ്പോഴും വഴക്കാണ്. ടെക്നിക്കൽ സൈഡില് അവൻ നമ്പർ 1 ആണ്. പക്ഷെ റൂൾസ് അതിനെ ബ്രേക്ക് ചെയ്ത് അവൻ ഒരു കാര്യം പോലും ചെയ്യില്ല. അവനും അവന്റെ പപ്പയെ പോലെ തന്നെയാണ്. ആരുമായിട്ടും ഒരു തരത്തിലുള്ള ഇമോഷൻ അറ്റാച്ച്മെന്റും അവനില്ല. നീ വേണം ഇനി മുതൽ അവന് ട്രെയിനിങ് കൊടുത്ത് നല്ലൊരു ഷിനോബിയാക്കി അവനെ മാറ്റിയെടുക്കാൻ. കട്ട് ചെയ്ത മിനട്ടോയുടെ ടീമിലായിരിക്കും ഒബീട്ടോയും കാക്കാഷിയും റിന്നും ഒക്കെ ഉണ്ടാവുക. ഇത്തവണ ഫോട്ടോ എടുക്കുന്ന സമയത്തും ഒബീട്ടോ മാത്രം ലേറ്റ് ആയിട്ടായിരിക്കും അവിടേക്ക് എത്തുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഒബീട്ടോ ആണെങ്കിൽ അവന്റെ പഴയ ഓർമ്മകള് അതൊക്കെ ഓർത്ത് അയവിറക്കി അങ്ങനെ നിൽക്കും. അത് കണ്ട് നറൂട്ടോ അവൻ കലി കയറി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.